പശു പാല് തരുമെന്നൊക്കെ ചോദിച്ചതൊക്കെ എന്തൊക്കെയോ സംഭവം. ഇതെല്ലാം തുടങ്ങിയത് ഈ എന്നെ ഇവര് ഡബിൾ മീനിങ് ജോക്കിന്റെ കിങ് ആക്കിയ എന്നോട് പറഞ്ഞു നീ ഒരു പാൽ കുപ്പിയാ മോനിന്റെ പാല് വേണോ അങ്ങനെ ചോദിച്ചു ട്രിഗർ ആക്കാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞു അമ്മ പാൽ താ കൊണ്ട് താ ഫ്രിഡ്ജിന് എടുത്തിട്ട് വാ. അപ്പോൾ പറഞ്ഞു നീ ഇന്നലെ ഫ്രിഡ്ജ് പറയാൻ വേണ്ടി 3-4 സെക്കൻഡ് വൈകിയത്, എവിടെ നിനക്ക് പാല് വേണ്ടത്? സീസണിൽ ഏറ്റവും കൂടുതൽ അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്നതിൽ ഒന്ന് ആരിന്റെ എവിക്ഷനാണ്. പിന്നെ മറ്റേത് മസ്താനി അല്ലേ? പിന്നെ മസ്താനി. പിന്നെ കുറച്ച് ചാറ്റൊക്കെ ലീക്കായി. ഞാൻ കണ്ടു. അത് ഒന്നുമില്ല, അതെന്റെ ചാറ്റാ. ആകെ ലീക്കായ AI ഇമേജസും AI വീഡിയോസും മാത്രമേ എനിക്ക് കുറച്ച് വിഷമായി ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഞാനും നെവിനും മേക്കൗട്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്, അതുകൊണ്ട്. പിന്നെ ഞാനും ജിസയിലും മറ്റേ ലിവിംഗ് റൂമിൽ പിടിച്ചിട്ട് ജിസയിൽ ആക്ച്വലി ആ പുതപ്പ് കേസ് എന്ന് പറയുമ്പോഴേ അത് ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നീ ഭയങ്കരമായിട്ട് ബേസ്റ്റ് ഔട്ട് ആയി, ഭയങ്കര ഫീൽ ക്യാമറയുടെ മുന്നിൽ വന്ന് കരഞ്ഞതൊക്കെ പിന്നീട് ഔട്ട് ആയതിനു ശേഷമാണ് ഞാൻ കാണുന്നത്. ചെയ്യാത്ത കാര്യമാണ്. 72 ക്യാമറ കണ്ടില്ല, ലാലട്ടും കണ്ടില്ല, ബിഗ് ബോസ് ടീം കണ്ടില്ല, കണ്ടതാര അനുമോൾ മാത്രം. ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നുണ്ടോ അവള് ഞാൻ കണ്ടതാന്ന് പറയുന്നത്? അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അതെന്താ ഇങ്ങനെ പോലത്തെ ഒരു ഫേക്ക് ആലിഗേഷൻ ഒരാൾ അത്ര കോൺഫിഡന്റ്ലി പറയുമ്പോഴാണ് എന്റെ ഈ പറഞ്ഞ പോലെ മെന്റൽ ലെവൽ ഓഫ് ആയത്. എപ്പോഴും ചില്ലായിട്ട് നിൽക്കുന്ന ഒരു ആര്യനെ കരയുന്നത് എനിക്ക് തോന്നുന്നു ജിസയിൽ ഔട്ട് ആയപ്പോഴായിരുന്നു. ഭയങ്കരമായിട്ട് കരഞ്ഞു. ഓക്കെ, എല്ലാ ദിവസവും മോർണിംഗ് ഞാൻ എണീക്കുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യും ജിസയിൽ എപ്പോൾ വന്ന് കോഫി തരും, ജിസയിൽ എപ്പോൾ വന്ന് എക്സ്ട്രാ ചപ്പാത്തി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരും. കൂടെ ഇരിക്കുമ്പോൾ ജിസയിലുണ്ട്, ഞങ്ങളിങ്ങനെ ഫുഡ് ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെയൊക്കെ ഭയങ്കര സ്പെഷ്യൽ ടൈമിൽ നിന്ന് ജിസയിൽ എവിക്റ്റ് ആയി പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ലോൺലി ഫീലിംഗ്. ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല, ഞാൻ അത്ര സാഡ് ഫീൽ ചെയ്യും. പക്ഷെ പോയപ്പോഴാണ് എനിക്ക് തോന്നിയത് അയ്യോ ഭയങ്കര സാഡായി പോയി അവിടെ. ഐ കുഡന്റ് കൺട്രോൾ മൈ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് എന്ന് പറയില്ലേ, അതിനുണ്ടായതാ. ഇപ്പൊ നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പം ആര്യൻ ഇപ്പൊ നോർമലി അവിടെ ഉള്ള ആളുകളുടെ ഒരു കൾച്ചറിൽ നിന്ന് വന്ന ഒരാളല്ല. ഇപ്പൊ കുറച്ചുകൂടി ഫ്രീ ആണ്, ഓപ്പൺ ആണ്, ചില്ലാണ്. പെട്ടെന്ന് ഇപ്പൊ ആര്യൻ ഒരു ജോക്ക് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ ഫാനായിട്ട്. പക്ഷെ എല്ലാം ഫണ്ണിയായിട്ട് എടുക്കുന്ന ആര്യം പറയുന്ന പല സാധനങ്ങളും ചില സമയത്ത് മറ്റുള്ളവർക്ക് ഫണ്ണായിട്ട് തോന്നാറില്ല. അവർ ആ സമയത്ത് ചിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ആര്യൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി, എന്തോ പശു പാല് തരുമെന്നൊക്കെ ചോദിച്ചതൊക്കെ എന്തൊക്കെയോ സംഭവം. ഇതെല്ലാം തുടങ്ങിയത് ഈ എന്നെ ഇവര് ഡബിൾ മീനിങ് ജോക്കിന്റെ കിങ് ആക്കിയ വീട്ടില് എന്ന് പറഞ്ഞാൽ ഞാൻ 1-2 വർഷം സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ ഞാൻ ഡബിൾ മീനിങ് ജോക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മനസ്സിലായത് ആൾക്കാർ ചിരിക്കുന്നുണ്ട്, ഈ കാര്യത്തിൽ കുറ്റം പറയുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറ്റം പറയുന്നു. ഡബിൾ മീനിങ് ജോക്സ് പറയരുത്, കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക ഈ ഷോ, അവർക്ക് ഇഷ്ടപ്പെടില്ല നിന്റെ ഈ ഡബിൾ മീനിങ് ജോക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയാണല്ലേ, അപ്പം ഞാൻ പറയില്ല. ഞാൻ ജോക്ക് വരുമ്പോൾ പറയുന്നത് തെറ്റൊന്നുമല്ല, മറ്റേ ആൾക്കാരുടെ മൈൻഡിൽ തെറ്റായ മാത്രമേ ആ ജോക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഞാനും അയാൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മൈൻഡ് സെറ്റിൽ. നിങ്ങളും ഡബിൾ മീനിങ്ങിൽ ഇൻവോൾവ് ആണല്ലോ. സോ ഈ ജോക്കൊക്കെ വരുമ്പോൾ ആൾക്കാർ ശരിക്കും പിന്നെ ഫൈറ്റ് ചെയ്യും. നെക്സ്റ്റ് വന്നത് എന്തോ ഒരു ഈ പറഞ്ഞ പോലെ അനുമോളായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു ഒരു മോർണിംഗ് ടാസ്കിൽ എനിക്കൊരു ചെറുതുണ്ട് വീട്ടിൽ, അപ്പോൾ ഞാൻ എനിക്കൊരു വലുതുണ്ട്, അങ്ങനെ ഒരു സാധനം പറഞ്ഞു. ചെറുതൊന്നും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷീ മെന്റ് എനിക്കൊരു യങ്കർ ബ്രദർ ഉണ്ട്, അപ്പോൾ എനിക്കൊരു എൽഡർ ബ്രദർ ഉണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വലുതുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി, ഷാനവാസും അക്ബറും എല്ലാവരും എന്നൊക്കെ. അപ്പോൾ അനുമോളും അതിലിങ്ങനെ എന്താ ചിരിക്കണേ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇവരെന്താ ചിരിക്കണേ, എനിക്ക് സത്യം മനസ്സിലായിട്ടില്ല. പിന്നെ മനസ്സിലായത് അനുമോൾക്കൊരു ചെറുതുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു വലുതുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബ്രദറാണ്, പക്ഷെ എടുത്ത് ഇവർ വേറെ എന്താ മീനിങ്. ആ മീനിങ് എനിക്ക് ഇപ്പം മനസ്സിലായി, പറയാൻ പറ്റില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ ഉദ്ദേശിച്ച എന്റെ എൽഡർ ബ്രദറിന്റെ കാര്യമാണ്. പക്ഷെ അത് എടുത്തത് ഡബിൾ മീനിങ് ആണ്. അപ്പൊ ഒരു പ്രാവശ്യം ഡബിൾ മീനിങ് ജോക്സ് പറഞ്ഞപ്പോ ഞാൻ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇപ്പൊ ഡബിൾ മീനിങ് ജോക്സ് ആവാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രശ്നം വന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല, അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചെയ്യില്ല, എന്ത് ചെയ്യാൻ പറ്റും? പശുവിടെ പാലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു നീ ഒരു പാൽ കുപ്പിയാ മോനിന്റെ പാല് വേണോ അങ്ങനെ ചോദിച്ചു ട്രിഗർ ആക്കാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞു അമ്മ പാൽ താ കൊണ്ട് താ ഫ്രിഡ്ജിന് എടുത്തിട്ട് വാ. അപ്പോൾ പറയുന്നു നീ എന്തിനാ ഫ്രിഡ്ജ് പറയാൻ വേണ്ടി 3-4 സെക്കൻഡ് വൈകിയത്, എവിടെ നിനക്ക് പാല് വേണ്ടത്? ഞാൻ പറഞ്ഞു എനിക്ക് പാല് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ്, പാലെടുത്തിട്ട് വാ ഫ്രിഡ്ജിൽ നിന്ന്. എന്റെ മൈൻഡിൽ അപ്രൂവ് അതാണ്, ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തിട്ട് ഈ വീട്ടിൽ നിന്ന് പശുവൊന്നും ഇല്ലല്ലോ പാലെടുക്കാൻ, ഫ്രിഡ്ജല്ലേ ഉള്ളൂ, കൊണ്ടുപോകാ അവിടുന്ന്. പക്ഷെ നീ ഫ്രിഡ്ജ് പറഞ്ഞപ്പോൾ കുറച്ച് വൈകി പോയി.
ഓ, നീ ഡബിൾ മീനിങ് ഉദ്ദേശിച്ചേ? നീ ഉദ്ദേശിച്ച വേറെ ഞാൻ ചോദിച്ചു അക്ബറോട്, ഇവളെന്താ പറഞ്ഞത്, എടാ പാലിന് ഉദ്ദേശിക്കുന്നത് മദർ പാൽ, അങ്ങനെ ബാഡായി വരും ആരും. പിന്നെ ഞാൻ പറഞ്ഞു, ഓ ആ ഒരു പെർസ്പെക്റ്റീവ് കൂടി ഉണ്ടല്ലേ. പക്ഷെ എനിക്കിത് മനസ്സിലായിട്ടില്ല, എനിക്കറിയില്ല ഞാൻ അതാ ഉദ്ദേശിക്കണത്. ഈ ഡബിൾ മീനിങ് ജോക്കായി പോണതാണ്. പക്ഷെ ഞാൻ പറയണത് ഭയങ്കര ആ വീഡിയോയിലുണ്ട്, അന്ന് പാൽതാ ആ ഫ്രിഡ്ജിൻ്റെ എടുത്തിട്ട് പാൽ ഇങ്ങോട്ടാ, അങ്ങനെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞ ഒരു സിറ്റുവേഷനെ ഇവര് ഡബിൾ മീനിങ് ജോക്കാക്കി. എന്നെ അങ്ങനെ ലാസ്റ്റ് വീക്ക് നെഗാക്കി വിട്ട് പുറത്താക്കിയതാണ്. എന്നെ എങ്ങനെ മാക്സിമം നെഗാക്കാൻ വേണ്ടി വരുന്ന ഒരു മെയിൻ പ്ലാൻ. പക്ഷെ കുഴപ്പമില്ല, ഗെയിം അല്ലേ. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്നതിൽ ഒന്ന് ആര്യന്റെ എവിക്ഷനാണ്. അടിപൊളി. പിന്നെ മറ്റേത് മസ്താനി അല്ലേ? പിന്നെ മസ്താനി. വോട്ട് ഫോർ മസ്താനി. മസ്താനി അൺഫെയർ എവിക്ഷൻ അല്ല, അൺഫെയർ സെലക്ഷൻ. ഇല്ലടാ, ബിഗ് ബോസിന്റെ ഗേറ്റിന്റെ മസ്താനിയും അൺഫെയർ എവിക്ഷൻ പോട്ടെ. താങ്ക് യുടാ. മസ്താനിക്ക് കുറച്ചും കൂടി നിൽക്കായിരുന്നു. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സാബു ഉണ്ടല്ലോ, വൺ പ്ലെയർ അവൻ. അതെങ്ങനെ സാബുമാൻ അവിടെ നിൽക്കും? എന്താ തോന്നുന്നത് ശരിക്കും? സാബുമാൻ ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട്, സാബുമാൻ അവിടെ എന്താ കാണിക്കുന്നത്, ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, എപ്പോഴും വഴക്കുണ്ടാക്കണം, ഇത് എന്ത് ഭയങ്കര പീസായിട്ട് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ഇങ്ങനെ പോകണമെന്നൊന്നും ഇല്ലല്ലോ, അങ്ങനെ നിൽക്കാം, ഇങ്ങനെ. അതെ, എനിക്ക് പേഴ്സണലി സാബുമാനെ ഇഷ്ടമാണ്. എന്നോട് ചോദിച്ചാൽ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞില്ല. അപ്പൊ സാബുമാനെ എനിക്ക് ഇഷ്ടമാണ്. സാബുമാൻ നല്ലൊരു ഗെയിമറാന്ന് പറയുമ്പോൾ ഐ ബി വെരി ഓണസ്റ്റ് യു, ഗെയിമറായിട്ട് പറയാൻ പറ്റില്ല. നല്ലൊരു പേഴ്സണാണ്. ഹീസ് നോട്ട് തിങ്കിങ് ഗെയിം ഓൾ ദ ടൈം. എങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ജയിക്കാൻ പറ്റൂല്ലെങ്കിൽ എന്ത് ഗെയിം കളിച്ച് ജയിക്കാൻ പറ്റും അങ്ങനെ പുള്ളി ചിന്തിക്കണില്ല. പക്ഷെ പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, നല്ല കൈൻഡ് ഹാർട്ടഡ് ആണ്, ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം ഒരാളെ. പിന്നെ ഞാൻ ചെയ്ത ടാസ്കിലൊക്കെ പുള്ളി സെക്കൻഡ് പൊസിഷനിൽ ഉണ്ട്. അതിനകത്ത് എൻഡ്യൂറൻസ് ടാസ്കിലും നല്ലൊരു എഫേർട്ട് കൊടുക്കുന്നുണ്ട് അവൻ ഇപ്പോൾ വീട്ടിൽ. സോ കുഴപ്പമില്ല, ഐ ഫീൽ ഈസ് നോട്ട് ബാഡ് കമ്പാരിറ്റീവ്. അവിടെ എത്രയോ ഈ പറഞ്ഞ പോലെ കുണിഷ്ടും അതുപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ സാബുമാൻ കൊള്ളാം, നിൽക്കട്ടെ, പാവം. ഈ വന്ന 5 വൈൽഡ് കാർഡ്സിൽ ആരുടെ ഫേവറേറ്റ് ആരാ? എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മസ്താനിനെ ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് സാബുവിനും ഇഷ്ടമാണ്. പിന്നെ എവിടെയോ എനിക്ക് ഈ പറയുന്ന പോലെ ജിഷിനും ഭയങ്കര കാര്യമാണ്. ജിഷിൻ എവിടെയോ ഒരു പാവം, ഭയങ്കര ഒരു നല്ലൊരു ഹാർട്ടഡ് സോളാണ്. ജിഷിൻ ഇസ് ഗുഡ്, യു ആർ ഓൾസോ ഗുഡ്, ആൻഡ് ഐ ഫീൽ ഈവൻ സാബു ഇസ് ഗുഡ്. ലക്ഷ്മിനും സത്യം പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, ഒരു അമ്മ മാതിരി ആയിരുന്നു, പ്രിൻസിപ്പൾ മാതിരി. കക്കൂസ് ലൈറ്റ്സ് ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രശ്നമാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ തുണിയൊക്കെ ഇങ്ങനെ ആപ്സ് നോക്കുമ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒഴിച്ചു. അത് ഞാൻ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവിടെ ലക്ഷ്മി എങ്ങനെയെങ്കിലും കയറി വരും. അപ്പോൾ എനിക്ക് ലക്ഷ്മിനെ ഭയങ്കര പേടിയായിരുന്നു ഷോയില്. പക്ഷേ ലക്ഷ്മി ഓൾസോ ഡീസെന്റ്. ഐ ലൈക്ക് ഓൾ വൈൽഡ് കാർഡ്സ്. ഈ വൈൽഡ് കാർഡ്സ് ഒരു 5 എണ്ണം വന്നതിന് ശേഷം ആ വീടിന്റെ ഒരു സമാധാനം പോയോ? വരുന്ന പെട്ടെന്ന് ഒരു കോൺട്രോവേഴ്സി, ഒരു പൊതുപ്പേസ് എവിടെ നിന്ന് കൊടുത്തിട്ട് വരുന്നല്ലേ? കോൺട്രോവേഴ്സി എന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡ് വന്നത് വൈൽഡ് തന്നെ ആയിപ്പോയി. ആ വീട് അപ്സൈഡ് ഡൗൺ ആയി പോയി വീട്. ഇതുവരെ അത്ര എനിക്കൊരു ഗുണം ചെയ്തു. എനിക്ക് കുറച്ച് അവിടെയാണ് എന്റെ ഗ്രാഫ് കൂടി വന്നത്. നിങ്ങളെല്ലാരും വന്നപ്പോഴാണ് എനിക്ക് നീ ഇല്ലെങ്കിൽ ഞാൻ 30 days ഔട്ടായാണ്. സീരിയസ്ലി അത് ഞാൻ പറയാൻ മറന്നുപോയി, സത്യമാണത്. അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ എനിക്ക് കുറച്ച് കണ്ടന്റ് കൂടി, എനിക്ക് സംസാരിക്കാൻ കുറച്ചും കൂടി നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പ്രശ്നങ്ങളിൽ ഇടപെടാനും അവിടെയാണ് ഞാൻ കുറച്ചുകൂടി ഓൺ ആയത് ആസ് എ പ്ലെയർ. സോ വൈൽഡ് കാർഡ് നല്ലൊരു മൂവ് ആയിരുന്നു. പക്ഷെ വൈൽഡ് കാർഡ് എന്ന് പറയുന്ന ആൾക്കാർ എല്ലാവർക്കും കുറച്ചും കൂടി സ്ട്രാറ്റജൈസ് ചെയ്യായിരുന്നു. നിങ്ങളെല്ലാവരും വന്നത് എന്തോ ഒരു ബ്ലാങ്ക് അടിച്ച പോലെയാണ്. കുറച്ചും കൂടി ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അല്ലാത്ത അതായിരുന്നു ഒരു സ്ട്രാറ്റജി. ഞാൻ കണ്ടില്ലേ 80 ദിവസം സോപ്പിട്ട് നിന്ന് കണ്ടില്ലേ? അങ്ങനെ പിടിക്കായിരുന്നു. നമുക്ക് എപ്പോഴും ഫൈറ്റ് ചെയ്യണമെന്നും ഇല്ലല്ലോ. നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് പോവാം. ആ വീട്ടില് എല്ലാവരുടെയും ഒന്ന് കുറച്ചും കൂടി ഫാമിലി ആവാം. പക്ഷെ ഫാമിലി ആകുന്ന സ്ഥിതിക്ക് അവരെ വോട്ടും ചെയ്യാം. പ്ലേ ലൈക്ക് എ ഗെയിം വിത്ത് ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ നല്ലൊരു ആയനെ. ഈ ആക്ച്വലി ആ പുതപ്പ് കേസ് എന്ന് പറയുമ്പോഴേ അത് ആ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ നീ ഭയങ്കരമായിട്ട് ബേസ്റ്റ് ഔട്ട് ആയി, ഭയങ്കര ഫീൽ ആയി, ക്യാമറയുടെ മുന്നിൽ വന്ന് കരഞ്ഞതൊക്കെ പിന്നീട് ഔട്ട് ആയതിനു ശേഷമാണ് ഞാൻ കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻ എന്താ ശരിക്കും ഫീൽ ചെയ്തേക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഹൗസിൽ? ഞാൻ പറയാം. ഇപ്പൊ മസ്താനി പ്രവീണായിട്ട് വഴക്കുണ്ടാവുന്നത് ആ ദിവസം തൊട്ട് അല്ല, അത് കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ അതല്ല സ്റ്റാർട്ടിങ് ഞാൻ വന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതുപ്പിന്റെ ഉള്ളിൽ നിങ്ങള് മസ്താനി പറഞ്ഞ മനസ്സിലായി ട്രിഗർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത ആര്യനെ എങ്ങനെ ട്രിഗർ ആക്കാൻ പറ്റും നോക്കാൻ വേണ്ടി മസ്താനി ഇട്ട് കൊടുത്ത സാധനം ഞാൻ ട്രിഗർ ആയി. അതൊരു നല്ല മൂവ് ആയിരുന്നു മസ്താനിയുടെ. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് ഞാൻ ചെയ്യാത്ത കാര്യമാണ്. 72 ക്യാമറ കണ്ടില്ല, ലാലേട്ടൻ കണ്ടില്ല, ബിഗ് ബോസ് ടീം കണ്ടില്ല, കണ്ടതാര അനുമോൾ മാത്രം. അപ്പോൾ ഈ സീനിൽ എനിക്ക് ഭയങ്കര വിഷമമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ കുറ്റം ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യും. എടാ ചെയ്തു പോയി, ആര്യൻ സോറി. അനുമോൾ അക്സെപ്റ്റ് ചെയ്യില്ല. അനുമോൾ അത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും.
പക്ഷെ അത് അത്രയും ഇപ്പൊ ലാലേട്ടൻ വരെ പറയുന്നത് കണ്ടില്ല. ഇവൻ ഞാനും ചോദിച്ചു, അനുമോൾ അന്ന് പറഞ്ഞ് അതിനുശേഷം ഞാനും അനുവും തമ്മിൽ, എനിക്ക് ആക്ച്വലി ഇതൊന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. ഞാനും അനുവും തമ്മിൽ സംസാരിച്ചു. അപ്പൊ അനു ആദ്യം ഞാൻ പൊതുപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു, ലിവിംഗ് ഏരിയയിലേക്ക്. അപ്പൊ അനു എന്നെ വന്ന് വിളിച്ചിട്ട് മസ്താൻ നിങ്ങൾ വന്നേ. ആദ്യം പ്രവീണിനെ വിളിച്ചു, പ്രവീൺ പോയില്ല. എന്നെ വിളിച്ചപ്പോ ഞാൻ ചെന്നു, നീ കണ്ടോ? ഞാൻ പറഞ്ഞ എന്താ പൊതുപ്പിന്റെ? ഞാൻ പറഞ്ഞ നീ കണ്ടത് ഞങ്ങളും കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ കണ്ടത് എന്താ 72 ക്യാമറാസ് ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമായിരുന്നു, ക്യാമറയിലൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ക്യാമറയെ കണ്ടിട്ടില്ല എന്ന്. പക്ഷെ നമുക്കറിയാം ആ ഗ്ലാസിന്റെ പുറകിലൊക്കെ ക്യാമറ ഉണ്ടെന്ന്. ആൻഡ് സ്റ്റിൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ അവൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നുണ്ടോ? അവള് ഞാൻ കണ്ടതാന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അതെന്താ ഇങ്ങനെ പോലത്തെ ഒരു ഫേക്ക് ആലിഗേഷൻ ഒരാൾ അത്ര കോൺഫിഡൻ്റ് പറയുമ്പോഴാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ മെന്റൽ ലെവൽ ഓഫ് ആയത്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നാളെ പോകുന്ന വഴിക്ക് മസ്താനി എന്നെ തൊട്ടു എന്ന് പറഞ്ഞാൽ, പക്ഷെ മസ്താനി ഒരു 100 മീറ്റർ അവയാണ് എൻ്റെ. അങ്ങനെ വെറുതെ പറഞ്ഞു, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരു മസ്താനി എന്നെ തൊടാൻ നോക്കിയ ആൾക്കാരെ അത് വൈറലാ, മസ്താനി എങ്ങനെ ഫീൽ ചെയ്യും? മസ്താനി ആ സീനിലേ ഇല്ല, മസ്താനി അവിടെ ദൂരെ നിൽക്കുക. പക്ഷെ മസ്താനി വീഡിയോ കാണുക, മസ്താനിയുടെ മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും? അത് ചെയ്യാത്ത കാര്യങ്ങൾ ഇത്ര വൈറലായ ആൾക്കാർ വിശ്വസിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ മെന്റൽ സ്റ്റേറ്റ്. ഞാനും ജിസയിലും ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിന്ന് സംസാരിച്ച സമയത്ത് ഇവിടെ വന്ന് ആലിഗേഷൻ പറഞ്ഞു, ഞങ്ങൾ എന്തൊക്കെ ചെയ്യും, 2 ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ എന്തൊക്കെ സംഭവിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡൗൺ ആയി. എൻ്റെ അമ്മ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുക, എൻ്റെ അച്ഛൻ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുക, എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. എന്നെ പിന്നെ ഈ ഐ കം ഫ്രം എ വെരി ഗുഡ് ഫാമിലി ഞാൻ പറയും. ഓക്കെ, ഐ കം ഫ്രം എ ഗുഡ് ഫാമിലി. എൻ്റെ മദറിനൊരു ഇമേജ് ഉണ്ട് പുറത്ത്. പോകുന്ന വഴിക്ക് എൻ്റെ അമ്മനെ ആൾക്കാരെ തെരുവിളിക്കാൻ തുടങ്ങിയാൽ പിന്നെ എൻ്റെ ഉള്ള റെസ്പെക്റ്റും പോയില്ലേ. അപ്പോൾ അതിൽ ആ ഒരു പേടിയിലാണ് ഞാൻ ബിഗ് ബോസ്, എനിക്ക് ബിഗ് ബോസിനോട് സംസാരിക്കണമെന്നുണ്ട്. ഇവിടെ അനുമോള് അത് ഞാൻ ഐ സ്റ്റാർട്ട് ക്രൈം. എനിക്കതൊരു ഇമോഷണൽ മൂമെന്റ് ആയിരുന്നു. കള്ളം ഞാൻ ബിഗ് ബോസിനോട് സംസാരിക്കണമെന്നുണ്ട്. എൻ്റെ അനുമോള് ഫേക്ക് ആലിഗേഷൻ ഇടുവാണ്, അത് ഈ വീക്കെൻഡ് കാണിക്കണം, ചെയ്യണം, അത് പ്രൂവ് ചെയ്യണം. അതങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്ത് ഐ വാക്ക് ആൻഡ് ഗോ ഓഫ്. അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ. അങ്ങനെ വീക്കെൻഡ് വന്നപ്പോൾ എല്ലാം ആയിട്ടും കാണിച്ചു കൊടുത്തു. അനുമോള് ക്ലിയർ ആക്കി. അനുമോൾ അതിനും സോറി പറഞ്ഞില്ല. സോറി വേണ്ട, കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി എനിക്ക് റിഗ്രറ്റ് അടിച്ച് എന്താ അറിയോ, റിഗ്രറ്റ് അടിച്ച് മറ്റേ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ പോയല്ലോ, പോവരുതായിരുന്നു. ഞാനത് കണ്ടിട്ട് എന്ത് വൃത്തിയായിട്ട് പരിപാടി പ്രേക്ഷകർ കുറ്റം പറയാൻ പറ്റില്ല. ഈ വീട്ടില് നമ്മൾ മറക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതൊരു ഈ വീടിന്റെ ഒരു പ്രത്യേകതയാണ്, ബിഗ് ബോസ് വീടിന്റെ. നമ്മുടെ തന്നെ നമ്മൾ എന്താണോ പുറത്ത് ഇങ്ങനെ ഉണ്ടായിരുന്ന ആള് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മറന്നുപോയി ഇങ്ങനെ വേറെ ആളായി മാറും ഇടയ്ക്കിടയ്ക്ക്. ഞാൻ അങ്ങനെ ആ ഒരു ഫേസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വന്നത്, ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് തിരിച്ച് വന്നത് എൻ്റെ കറക്റ്റ് സെൽഫിൽ. അതിനിടയിൽ ഒരു 10, 20, 30 ഡേയ്സ് ഈ മറ്റേ ഈ മൊട്ടടിക്കുന്ന ടാസ്ക് തൊട്ട് അവിടെ ഒരു ഗ്രാഫ് താഴെ പോയൊരു ഗ്രാഫ് ഉണ്ട് എനിക്ക് ഈ വീട്ടിൽ. ആ സമയത്ത് എനിക്ക് റിയലൈസ് ചെയ്ത കാര്യമാണ് ഞാനല്ല, ഞാൻ വേറെ ആളാണെന്ന് നോക്കുക. പക്ഷെ അവിടെ നമ്മളിങ്ങനെ മെന്റലി കുറച്ചും കൂടി ടഫായിട്ട് നമ്മൾ എന്ത് പറയണം, ആര്യൻ കം ബാക്ക് ടു ഹൂ യു വർ ഓൺ ഹൗ യു കെയിം ടു ദ ഷോ ആൻഡ് സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. അത് എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ഞാൻ തിരിച്ച് അത് ചാടി, മായാമോഹിനി വന്നു, ഇത് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ച് ഫണ്ണാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഗ്രാഫ് പിന്നെയും മേളിൽ പോകാൻ തുടങ്ങിയത്. സോ അങ്ങനെ ആവണം. അങ്ങനെ തന്നെ മസ്താനി വന്നപ്പോൾ മസ്താനി ആയിരുന്നു. പക്ഷേ ഇടയിൽ ഒരു 1 second 2 seconds ഇടയ്ക്ക് മസ്താനി ഗെയിമിൻ്റെ പ്രഷറിൽ മറന്നുപോയി ചില മിസ്റ്റേക്സ് കാണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര സ്വാഭാവികമാണ്. അതിന് ഇരട്ടി മിസ്റ്റേക്സ് ഞാനും കാണിച്ചിട്ടുണ്ട്. ഡോണ്ട് വറി. സോ ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. ഞാൻ ഒഫൻഡ് ഒന്നും ആയിട്ടില്ല ആ കാര്യത്തിലൊക്കെ. ഐ നോ മസ്താനി ഇങ്ങനെ പുറത്തു പോയാൽ സി ഹൗ യു ആർ റൈറ്റ് നൗ, ഇങ്ങനെ തന്നെയാണ് മസ്താനി. ഇതാണ് മസ്താനി, ഒരു ചിരിച്ച് കളിക്കുന്ന, എപ്പോഴും ഹാപ്പി ആയിട്ട് പറയുന്ന മസ്താനിയാണ് മസ്താനി. അവിടെ പോയിട്ട് കുറച്ചും കൂടി ഗെയിം ചിന്തിച്ചപ്പോ ഫൈറ്റ് ആവാൻ തുടങ്ങി. അതേപോലെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണ് പ്രശ്നമാണ്. പക്ഷേ യു ആർ എ ഗുഡ് പേഴ്സൺ, യു ആർ എ ഗുഡ് സോൾ ഇൻ ദി എൻഡ്. ഇറ്റ്സ് ടോട്ടലി ഫൈൻ. താങ്ക് യു. അനുമോളുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് ഇവര് പുറത്ത് വിട്ട ഒരു സാധനം, അത് ഞാൻ കാണിക്കാം. ആൻഡ് സെക്കൻഡ് ഡേയില് കണ്ട കാര്യമാണ് അനുമോള് പറയുന്നത്. അതായത് ഈ ഇഷ്യൂ നടക്കുന്നത് 2 ദിവസത്തെ കാര്യമാണ്. അത് ഈവൻ ബിഗ് ബോസിനും ലാലേട്ടന്റെ എപ്പിസോഡിലും പറയാൻ സമ്മതിക്കാത്തൊരു കാര്യമാണ്. എന്റെ ഇന്റർവ്യൂവിലും പറയാൻ സമ്മതിച്ചിട്ടില്ല. 2 ദിവസത്തെ കാര്യമാണ്. ഫസ്റ്റ് ദിവസത്തെ കാര്യത്തിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ് ഡേയിലാണ് അനുമോള് ഉറപ്പിച്ച് പറയുന്നത് എന്തോ അവിടെ സംഭവിച്ചു, ഞാൻ കണ്ടു, ക്യാമറ മൊത്തം ഇങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഇതാണ് ഫസ്റ്റ് ഡേ. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. ജിഷിൻ ചേട്ടൻ വിളിച്ചപ്പോ ഞങ്ങൾ ഇതാണ് സംഭവം. പക്ഷെ ഇത് മാനിപ്പുലേഷൻ ആയത് എങ്ങനെയാന്ന് വെച്ചാൽ സെക്കൻഡ് ഡേയിലെ സാധനം
അതല്ലേ പ്രശ്നം പറ്റിയത്. ഇതാണ് ഈ ഇന്റർവ്യൂ അനുമോളിന് കുറ്റം പറയാൻ വേണ്ടി ഒന്നും, പക്ഷേ ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ അനുമോൾ കാണിച്ച അവിടെ തെറ്റാണ്. അത് അനുമോളുടെ ഫാൻസിനും അറിയാം, അനുമോളുടെ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്കും അറിയാം, അനുമോൾ PR-ക്കും അറിയാം. അത് അനുമോൾ കുറച്ച് മിസ്റ്റേക്ക് ആയി പോയി. അതുകൊണ്ട് അനുമോളുടെ ഫാൻസ് എന്നെ ഇപ്പൊ നോക്കിക്കോ, ഈ വീഡിയോ ഇറങ്ങിയാൽ എന്നെ ബുള്ളി ചെയ്യില്ല, ആര്യൻ പട്ടി തെണ്ടിന്ന് വിളിക്കില്ല. എന്താ കാരണം? അവർക്കറിയാം ഞാനും അനുമോൾ തമ്മിൽ നല്ലൊരു റാപ്പുമാണ് ഇപ്പോഴും അപ്പോഴും. അപ്പൊ അവരെന്നെ ബുള്ളി ചെയ്യാറില്ല അനുമോൾ ഫാൻസ്. എനിക്കറിയാം, അവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ അവളെ കുറ്റം പറയാൻ നിൽക്കാറുമില്ല. ഞാൻ എന്റെ ഭാഗം കറക്റ്റ് ആക്കി ഞാൻ അവിടെ ഇറങ്ങും. ഞാനിവിടെ എന്റെ ഭാഗം ക്ലിയർ ചെയ്യണം. കറക്റ്റ്. യു ഷുഡ് ഓൾവേസ് ക്ലിയർ യുവർ സ്റ്റഫ് ആൻഡ് നോട്ട് ബ്ലെയിം ദി അതർ പേഴ്സൺ. ബ്ലെയിം ചെയ്യാൻ നിന്നാണ് നമ്മൾ ഡൗൺ ആയി പോകത്തുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാനും മസ്താനി തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഇറ്റ് വാസ് മൈ പ്രോബ്ലം. ഞാനാണ് ഓവറാക്കി ഡാൻസ് ചെയ്തപ്പോഴാണ് മസ്താനി നെക്ക് അടിച്ചത്. അതിനുവേണ്ടി ഞാൻ സോറി പറഞ്ഞു. പോട്ടെ, അത് ഗെയിമിന്റെ ഭാഗമായി പോകും. അങ്ങനെ തന്നെ ഇവിടെയും അനുമോൾ കാണിച്ചത് ബ്ലണ്ടറാണ്. ഇവിടെ ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ അത് അവളൊന്നും കണ്ടിട്ടുമില്ല, ഒന്നും ഉണ്ടായിട്ടുമില്ല. പക്ഷെ അവള് ഒരു പ്രാവശ്യം പറഞ്ഞു പോയി, ഞാൻ മാറ്റി പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ഫ്ലോയിൽ ഉണ്ടായ ഒരു ഈഗോ ഗെയിമാണ്. അത് ഞാൻ വിട്ടുകൊടുത്തേക്കും, കുഴപ്പമില്ല, കാര്യമില്ല അനുമോൾ. പക്ഷെ അനുമോളുടെ കാര്യം പറയുമ്പോൾ അനുമോളുടെ പ്ലാച്ചിനെ കുറിച്ച് പറയണം. നിങ്ങളെ പോലും അറിയാണ്ട് നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന ഒരാളാണ് പ്ലാച്ചി. ഇപ്പൊ കാണാറില്ല. പ്ലാച്ചിന് അതൊരു ഹിന്റ് കൊടുത്തില്ലേ? പ്ലാച്ചിനെ പുറത്തെറിഞ്ഞു ഷിയാസ് തിരിച്ചു വന്നല്ലോ. തിരിച്ചു വന്നിട്ട് അപ്പൊ അത് ഹിന്റ് ആയില്ലേ? അതിനർത്ഥം എന്താ? ഷിയാസ് പ്ലാച്ചി പുറത്ത് എറിഞ്ഞെന്ന് പറഞ്ഞാൽ അനുമോൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നീയും പ്ലാച്ചി മാത്രം ഒതുക്കി പോവാണ് ഈ വീട്ടില്. പ്ലാച്ചി വിട്ടാൽ വേറെ കുറെ സാധനങ്ങളുണ്ട് ഈ വീട്ടിൽ ചെയ്യാനും. അപ്പൊ പ്ലാച്ചിനെ ഞാൻ എറിയും. പ്ലാച്ചി ഇല്ലാത്ത നീ ആയിരിക്കും നീ ബെസ്റ്റ്. യു വിൽ ബി ബെസ്റ്റ് വിതൗട്ട് പ്ലാച്ചി ഇൻ ദ ഹൗസ്. യു കൻ ഗിവ് മോർ കണ്ടന്റ്. അതൊരു ഹിന്റ് ആയിരുന്നല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. പിന്നെ ഞങ്ങളെന്ത് മണ്ടന്മാരോ? 75-80 ദിവസം 60 ദിവസമായില്ലേ? അപ്പൊ നമുക്ക് ഏകദേശം ധാരണയൊക്കെ ഉണ്ട് എന്താ സംഭവിക്കണ വീട്ടില്. എനിക്ക് തോന്നിയത് പല ആൾക്കാരും വന്നിട്ട് ഹിന്റ് കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്നൊക്കെ. പേര് ഞാൻ മെൻഷൻ ചെയ്യില്ല, പക്ഷെ എങ്ങനെയോ അവരുടെ ഫ്രണ്ട്സ് എന്ന രീതിക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് ഹിന്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയില്ല, എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്നോടും പറഞ്ഞിട്ടുണ്ട്, എടാ നീ ഒറ്റ കളിക്കടാ, ഭയങ്കര ഗ്രൂപ്പായി പോണു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ ആര്യനെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഫാമിലി വീക്കിലാണ്. ബിക്കോസ് ഓഫ് യുവർ മദർ. മദറിന് പ്രത്യേക ഫാൻ ബേസ് വന്നു. ആക്ച്വലി വെരി സ്വീറ്റ്. ഞാൻ അമ്മ എനിക്കറിയാം ഇങ്ങനെ ഈ സ്നേഹം വാരി എറിയുന്ന ആളാണ് എൻ്റെ നെയ്ബേഴ്സും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചു എവിടെയോ എൻ്റെ അമ്മ ഈ ഷോ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഈ വ്യക്തി ഹത്യ ചെയ്യുന്ന ആൾക്കാരെ അമ്മ കൊല്ലും വരുമ്പോൾ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു. അമ്മ വന്നിട്ട് ടാപ്പോളാന്നൊക്കെ വരുമ്പോൾ. പക്ഷെ അമ്മയ്ക്ക് എല്ലാവരും ഭയങ്കര കാര്യം. അമ്മയ്ക്ക് മനസ്സിലായി ഇതൊരു ഗെയിം ഷോ ആണ്. ഷോയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷോ നടക്കും, പുറത്ത് പോയ എല്ലാവരും ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് ആ വീട്ടില്. അമ്മയ്ക്ക് അനുമോളിന് ഇഷ്ടമാണ്, ആദ്യനൂറിന് ഇഷ്ടമാണ്, ജിസൈലിന് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ അല്ല, അമ്മ വന്നിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ചു. ഐ എം യുവർ മദർ. അമ്മയ്ക്ക് ഷീ വാണ്ടഡ് ഡോട്ടർ. പക്ഷെ 2 ആൺകുട്ടികൾ ഉണ്ടായി പോയി, ഞാൻ 2 ചേട്ടനും. അമ്മയ്ക്ക് ഒരു ഡോട്ടറും കൂടി വേണമായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു പെൺകുട്ടി കാണുമ്പോൾ അമ്മ ഇങ്ങനെ അയ്യോ ഡോട്ടർ കൂടി ഉണ്ടായാൽ മതിയായിരുന്നു എപ്പോഴും മൈൻഡിൽ ചിന്തിക്കും. അത് ഡോട്ടറായിട്ട് കണ്ടതാണ് ആദില നൂറ. ഈ 2 പേരും അവർക്ക് പേരൻസും ഇല്ല. അപ്പൊ അമ്മ ഹഗ് ചെയ്തു. അപ്പൊ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഇവരെ ഭയങ്കര കാര്യമാണ് എല്ലാരെ. അപ്പൊ അങ്ങനെയാണ് അമ്മ. അത് കാരണം ഞാൻ പുറത്തു വന്നപ്പോൾ അമ്മ കാരണം എനിക്ക് ഭയങ്കര ഫാൻസ് ഒക്കെ കൂടി. അടിപൊളി. ഐ വാസ് വെരി ഹാപ്പി. നമ്മള് ഫാമിലി റൗണ്ടില് ആര്യന്റെ സ്റ്റോറി പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞാനുണ്ട് ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആര്യന്റെ ഫാമിലിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ജലസായി. പക്ഷെ നല്ല ഫാമിലിയാണ്. നമുക്ക് ചില ആൾക്കാരുടെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. ആൻഡ് അമ്മ വന്ന് അമ്മയുടെ കുറെ ആ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അന്ന് അമ്മമാരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആര്യന്റെ അമ്മ. എന്റെ അന്വേഷണം പറയണോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എനിക്ക് എൻ്റെ അമ്മയിൽ ഇഷ്ടമുള്ളൂ. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എൻ്റെ അമ്മയുടെ ഒരു ബിഹേവിയർ ആണ്. നല്ല ബിഹേവിയർ ആയിരുന്നു. എല്ലാവരും ഈക്വലായി കണ്ടു, എല്ലാവരും കെട്ടിപ്പിടിച്ചു. ലൈക്ക് ഇൻ ദ വേൾഡ് ഓഫ് ഹേറ്റ് എൻ്റെ അമ്മ അവിടെ ലവ് ആണ് സ്പ്രെഡ് ചെയ്തത്. ഈവൻ എയർപോർട്ടിലാണെങ്കിലും മീഡിയാസിനെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അമ്മയോട് ചോദിച്ചു, ജിസൈലും മാനും തമ്മിൽ എന്താണ് പ്രശ്നം, എന്താണ് ഒരു കണക്ഷൻ, നിങ്ങൾ പറയൂ അമ്മ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരെന്താന്ന് വെച്ചാൽ അവർക്ക് ലവ് ആണെങ്കിൽ ലവ് ആയിട്ട് എന്നോട് ചോദിക്കുന്നത് ഈ കാര്യമൊക്കെ. അമ്മ ഭയങ്കര അതുപോലെ തന്നെ ബ്രദറിനും കുറച്ച് ഫാൻസ് കൂടി. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഇടയ്ക്ക് ഇപ്പൊ മെസ്സേജ് റിക്വസ്റ്റ് കാണുമ്പോൾ കോൺഗ്രാറ്റുലേഷൻസ് ആര്യൻ, യു ആർ സോ ഗുഡ്, ഈസ് തരുഷ് ദേർ വിത്ത് യു? തരുഷ് നമ്പർ ആൾക്കാർ ചോദിക്കുന്നത് സിംഗിൾ ആണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇല്ലെങ്കിൽ എന്നെ കോൺഗ്രാറ്റുലേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അവനെ ടെക്സ്റ്റ് ചെയ്യും, എന്നെ വരത്തി വിട്. ആൾക്കാർ ഇപ്പോഴും എൻ്റെ ചേട്ടൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ടെക്സ്റ്റില് നമ്പർ തരുമോ, ഒരു ഹായ് പറയാൻ പറയുമോ. ഞാൻ പറഞ്ഞാൽ എന്നോട് ചോദിക്കണത്. ഞാനല്ല ഇപ്പൊ ബിഗ് ബോസിന് വന്നത് പുറത്തേക്ക്.
ആ ഒരു അവസ്ഥയായി പോയി. ചേട്ടൻ 1 ഫാൻസാ. ഫോളോവേഴ്സ് കൂടി പുള്ളിക്ക് 1000 ഫോളോവേഴ്സ്, ഇപ്പൊ 6000 ഫോളോവേഴ്സ് ആയി. അങ്ങനെ ഫോളോവേഴ്സ് കൂടി കൊള്ളാം. ബ്രദറ് വന്നിട്ട് അനുവിന് ഭയങ്കരമായിട്ട് പൊക്കി അടിച്ചിട്ടുണ്ടായല്ലോ, എടുക്കുന്നു. പൊതുവേ 2-3 വീഡിയോസ് ഇറങ്ങി ബ്രദറിന്റെയും അനുവിന്റെയും വെച്ചിട്ട് കുറെ വൈറലായി. അതെ അതെ അതെ. അത് ബേസിക്കലി എന്റെ ചേട്ടന് ഈ പറഞ്ഞ പോലെ അനുവിന് ഇഷ്ടമാണ്. ലൈക്ക് ബിക്കോസ് അനു ഇങ്ങനെ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരുമ്പോ കരയും എന്നൊക്കെ പറയുമ്പോ ചേട്ടൻ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. ഇവള് എന്തെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ ചേട്ടന് ഈ ടോം ആൻഡ് ജെറി കോംബോ ഇഷ്ടമായിരുന്നു. അപ്പൊ ചേട്ടന് അനുവായിട്ട് പ്രശ്നമൊന്നുമില്ല, പിന്നെ എനിക്കും പ്രശ്നമില്ല, അനുവായിട്ട് ആർക്കും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്നൊരു ഗെയിം രീതിക്ക് എല്ലാവരും വന്നിട്ട് whoever they like they hugged and went അങ്ങനെയൊക്കെ. ബിഗ് ബോസിലെ ഒരു ബെസ്റ്റ് മൊമെന്റ് ഏതായിരിക്കും? ബിഗ് ബോസിലെ ബെസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ലൈക്ക് ഇമോഷണലി ആണോ അല്ലെങ്കിൽ ഗെയിം വൈസ് ആണോ? ഒരു ഫേവറേറ്റ് എപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ്. അതെ, ആക്ച്വലി കുറെ ഇഷ്ടം പോലെ മെമ്മറീസ് ഉണ്ട് ആ വീട്ടിൽ, നല്ല ഹാപ്പി മൊമെന്റ്സ് ഒക്കെ. ലാലേട്ടൻ എവിക്ട് ആയ സമയത്ത് പറഞ്ഞത് അത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആണ്. അത് ഞാൻ ഒരിക്കലും ലൈഫിൽ മറക്കില്ല. ഞാൻ ആക്ച്വലി ആ സ്റ്റേജിലോട്ട് കയറിയപ്പോൾ ലാലേട്ടൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ എന്ത് പറ്റി അറിയാൻ ഭയങ്കര ഒരു സാഡ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നല്ലൊരു കാര്യം ചെയ്തിട്ട് വന്നല്ലേ, ലാലേട്ടൻ ഒരു സാഡ് ഒന്നുമല്ല, ഞാൻ ആ ഒരു മോഡലാണ്. ലാലേട്ടൻ അടുത്ത് വന്നപ്പോൾ ലാലേട്ടൻ ഞാനിങ്ങനെ എനിക്ക് പേടിയാ ലാലേട്ടൻ അടുത്ത് പോവാണെങ്കിൽ ഞാൻ കൈ തരണോ കെട്ടിപ്പിടിക്കണോ അല്ലെങ്കിൽ കൂടെ നിൽക്കണോ നമുക്കറിയില്ല. അദ്ദേഹം ഇത്ര വലിയൊരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അയ്യോ ലാലേട്ടനാവട്ടെ. പുള്ളി എൻ്റെ കൈ പിടിച്ചു, എന്നെ ക്ലോസ് വലിച്ചു, എന്നെ ഹഗ് ചെയ്തു. എന്തായി ആര്യം, ഇറ്റ്സ് ഓക്കെ പ്രേക്ഷാനുവിധി, ബട്ട് യു ഡിഡ് ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആ നെഞ്ചിലും എനിക്ക് കിട്ടിയൊരു രോമാഞ്ചം, ഭയങ്കര ഒരു അടിപൊളി മൂമെന്റ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ ഹഗ് ചെയ്തതും എൻ്റെ കൈ പിടിച്ചതും യു ആർ ബ്രില്യൻറ്റ് ഗെയിമർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഐ വാസ് ഹാപ്പി. ഞാൻ അവിടുന്ന് പോയ ഫ്ലൈറ്റിൽ ഭയങ്കര ഹാപ്പി ആയിട്ടും ചിരിച്ചായി. ദാറ്റ് ഇസ് മൈ അതാണ് എൻ്റെ കപ്പ്, ദാറ്റ് ഇസ് മൈ വിന്നിങ് ട്രോഫി. ലാലേട്ടൻ അങ്ങനെ കെട്ടിപിടിച്ചിട്ട് യു ആർ എ ബ്രില്യൻറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ മതി. ഐ എം റിയലി ഹാപ്പി. എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിങ് ആണ്. ആക്ടിങ്ങിൻ്റെ ഗോഡ് വന്നിട്ട് പറയുകയാണ് ഞാൻ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് അത് ഇറ്റ് ഇസ് ലൈക്ക് അൺഫോർഗറ്റബിൾ മൂമെന്റ് ഓഫ് മൈ ലൈഫ്. ഈ ഒരു പറഞ്ഞ ലാലേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ഒരു ഗിഫ്റ്റും കിട്ടിയല്ലേ? ഒരു ഫോട്ടോ കിട്ടി, അത് ഞാൻ വീട്ടിലുണ്ട്, ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ഞാനിങ്ങനെ ആ ജില്ലയിലെ ആ സീനല്ലേ ലാലേട്ടൻ ഞാനിങ്ങനെ എൻട്രി ചെയ്തത് ആ സാധനം ഒരു പിക്ചറാക്കി, ഭയങ്കര ഒരു സ്പെഷ്യലാണ് എനിക്ക് ഗിഫ്റ്റ്. അത് ഐ ലവ് ദാറ്റ് ആക്ച്വലി. പക്ഷെ ശരിക്കും ഒരു രൺബീർ കപൂറിനെ പോലെ ഉണ്ട് കാണാൻ. കഴിഞ്ഞ ഞാൻ പോട്ടെ, ഇനി അവിടെയും ആക്കുന്നു പുറത്തും ആക്കുന്നു, നിർത്തി മസ്താനി. ട്രോൾസ് കാണുന്നുണ്ടാ? ഞാൻ ഔട്ട് ആയപ്പോ ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോ ഇല്ല ഞാൻ എനിക്ക് അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ ആരെ പറയാനാ ഇതൊക്കെ? എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പുറത്ത് പൂജുവും അരുൺ സന്നിയൊക്കെയാണ് പാവ, എവിടെ പോയാലും ആരിന് വേണ്ടി വോട്ട് ചെയ്യണേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എനിക്ക് വലിയ PR ഇല്ലെങ്കിൽ വലിയ സെറ്റപ്പ് അങ്ങനെ ഒന്നും ഇല്ല. എനിക്ക് ആകെയുള്ളത് ഈ 4-3 ഫ്രണ്ട്സാണ് എൻ്റെ. ഈ ഒരു അരുൺ സണ്ണി, പിന്നെ 2 ചേട്ടന്മാരും, പിന്നെ ഈ പറഞ്ഞ പോലെ പൂജിത. ഇവരെനിക്ക് വേണ്ടി മാക്സിമം എഫർട്ട് തന്നു. സോഷ്യൽ മീഡിയയിൽ പാവാ പൂജിത എനിക്ക് വേണ്ടി എത്ര ഹേറ്റ് ആണ് കേട്ടത്. അത് ഞാൻ പറഞ്ഞു വിടാം, അത് വളരെ കുഴപ്പമില്ല, ജസ്റ്റ് ഗെയിമിന്റെ ഭാഗമായി അങ്ങനെയൊക്കെ ഇതല്ലേ ഫോട്ടോ? ആ യെസ്, ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോ അല്ലേ? നല്ല ഫോട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഫോട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആര്യന് എപ്പോഴും ചില്ലായിട്ട് നിൽക്കുന്ന ഒരു ആര്യന് കരയുന്നത് എനിക്ക് തോന്നുന്നു ജിസയിൽ ഔട്ട് ആയപ്പോഴായിരുന്നു. അയ്യോ ഭയങ്കരമായിട്ട് കരഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ വീട്ടിൽ ഒരാളോട് ഭയങ്കര കംഫർട്ടാവും. ഇതൊരു ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഇമോഷണൽ വീടാണ്. നമ്മൾ സാഡ് ആണെങ്കിൽ ഭയങ്കര സാഡാവും, ആംഗ്രി ആണെങ്കിൽ ഭയങ്കര ആംഗ്രി ആവും. അപ്പോൾ അവിടെ എങ്ങനെ ഹാപ്പി ആവും, ഭയങ്കര ഹാപ്പി ആവും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ തന്നെ ഞാൻ ജിസയിൽ പോവില്ല ഞാൻ വിചാരിച്ചു. ഇതിനെ ജിസയിൽ കാട്ട് ഗെയിമേഴ്സ് ഈ വീട്ടിലുണ്ടല്ലോ, ജിസയിൽ പോകാൻ ചാൻസ് ഇല്ല, ഞാൻ ജിസയിൽ പോകില്ല. അപ്പം നമ്മൾ ആ സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക, പക്ഷെ പോയത് ജിസയിലാണ്. അപ്പോൾ എനിക്കത് എവിടെയോ ഒരു നെഞ്ചിൽ ഭയങ്കര വേന. അയ്യോ, നമുക്ക് എല്ലാ ദിവസവും മോർണിംഗ് ഞാൻ എണീക്കുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യും, ജിസയിൽ എപ്പോൾ വന്ന് കോഫി തരും, ജിസയിൽ എപ്പോൾ വന്ന് എക്സ്ട്രാ ചപ്പാത്തി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരും. കൂടെ ഇരിക്കുമ്പോൾ ജിസയിലുണ്ട്, ഞങ്ങളിങ്ങനെ ഫുഡ് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെയൊക്കെ ഭയങ്കര സ്പെഷ്യൽ ടൈമിൽ നിന്ന് ജിസയിൽ എവിക്റ്റായി പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ലോൺലി ഫീലിംഗ്, ഒറ്റയ്ക്കായി, ഭയങ്കര സാഡ്. എനിക്ക് ഐ എം ട്രൈങ് ടു സ്റ്റോപ്പ് ക്രൈങ്, ലൈക്ക് നിർത്ത്, പിന്നെയും പൊട്ടി കരയുന്നു. കരച്ചിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. ഐ വാസ് ഫീലിംഗ് വെരി സാഡ്. നമ്മൾ മനുഷ്യ ഹ്യൂമൻ അല്ലേ, അപ്പം നമുക്കങ്ങനെ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ അത്ര സാഡ് ഫീൽ ചെയ്യും. പക്ഷെ പോയപ്പോഴാണ് എനിക്ക് തോന്നിയത് അയ്യോ ഭയങ്കര സാഡായി പോയി അവിടെ. ഐ കുഡന്റ് കൺട്രോൾ മൈ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് എന്ന് പറയില്ലേ, അതിനുണ്ടായതാ. പക്ഷേ ജിസേലിന്റെ എവിക്ഷന് ശേഷം കുറെ കമന്റ്സ് വന്നത് ആര്യൻ ഇപ്പൊ ജിസേൽ എവിക്ട് ആയതിനു ശേഷം ആര്യൻ ഭയങ്കര അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ട്രാക്ക് മാറി എന്നൊക്കെ. അതെന്താ?
അത് പ്രേക്ഷകർ കാണുന്ന രീതിയാണ്. ഞാൻ ഡേ 1 തൊട്ട് ഡേ 8 വരെ സെയിം ആയിരുന്നു. പക്ഷെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ജിസയിൽ പോയി കഴിഞ്ഞിട്ടാണ് കൂടുതൽ. അത് എന്ന് പറഞ്ഞാൽ അവർ ജിസയിൽ ഉണ്ടായ സമയത്ത് അവർ വിചാരിച്ചു ഞാനൊരു പട്ടയാണ്, കോഴിയാണ്, ഒരു എന്തൊക്കെയോ ജിസയിൽ പട്ട ഗ്യാങ്. അവർ ആൾക്കാർ തന്നെ നോക്കി അതന്നെ അങ്ങനെ പോർട്രേ ചെയ്തു. അവള് പോയപ്പോൾ ആൾക്കാർ തന്നെ എന്നെ ബെറ്റർ ആക്കി. ബേസിക്കലി ഞാൻ സെയിം തന്നെ ആയിരുന്നു എല്ലാ ദിവസം 85 ഡേയ്സ്. ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല. ആൾക്കാർ പോവും വരുമ്പോൾ ചെയ്യുമ്പോൾ എൻ്റെ ഗ്രാഫ് മാറിക്കൊണ്ടിരിക്കും. ജിസയിൽ പോയപ്പോൾ ടാസ്ക് അടുപ്പിച്ച് 3-4 ജയിച്ചു. അതും ജയിച്ചു. പിന്നെ എല്ലാം അപ്പയപ്പോൾ പ്രേക്ഷകർ വിചാരിച്ചു ആര്യൻ നല്ല പ്ലെയർ ആയി. പക്ഷെ ഞാൻ ജിസയിൽ ഉണ്ടായപ്പോഴും നല്ല പ്ലെയർ ആയിരുന്നു. ജിസയിൽ എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടേ ഉണ്ടായിട്ടുള്ളൂ ആ വീട്ടിൽ. പക്ഷെ ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു. ഷീ ഈസ് ഓൾവേസ് ബീൻ ദെയർ ഫോർ മീ എല്ലാ സമയത്തും. അതെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഔട്ടായതിനു ശേഷം അല്ലെങ്കിൽ ഹൗസിലിരിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ഗേൾസ് ഫാൻസ് ഉള്ളൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ആര്യൻ. ഞാനാ ഗേൾ ഫാൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ വായിക്കുന്നുണ്ട്. 10 വയസ്സുള്ള 8 വയസ്സുള്ള കുട്ടികളൊക്കെ പോയി അമ്മ എന്താ വോട്ട് ചെയ്യാത്തന്നൊക്കെ ഭയങ്കര ക്യൂട്ട് വീഡിയോസ് വന്നോണ്ടിരിക്കുക വീട്ടിൽ. സോ ഐ ഫീൽ എൻ്റെ ഫാൻസ് ഈ 10 വയസ്സുള്ള 15 വയസ്സുള്ള പിള്ളേരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരെനിക്ക് ഭയങ്കര കാര്യമാണ്. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ ഭയങ്കര വിഷമുള്ള കുട്ടികളെ ഞാൻ വീഡിയോ കോൾ പറയും, ഹായ് ആര്യൻ എറണാകുളം, എന്ത് പറ്റി, എന്തിനാ കരയുന്നത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ കൊച്ചിയിൽ. സോ ഐ maximum try to make my people who have voted for me, who have asked their mother and father to vote for me, അവരെ ഞാൻ ഹാപ്പി ആക്കാൻ നോക്കും എപ്പോഴും. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഒരു അടിപൊളി ഒരു ഫാൻ കമ്മ്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട് കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ. എല്ലാവരും എൻ്റെ ഈ പറഞ്ഞ പോലെ ആര്യൻ, വെൽഡൺ ആര്യൻ, സൂപ്പർ ആര്യൻ, എന്നെ ബാക്ക് ചെയ്യുന്ന ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് ഞാൻ വെരി വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇതൊരു ഭയങ്കര ഒരു ചെറിഷബിൾ മൂമെന്റ് ആണ്. ബിഗ് ബോസ് തന്നൊരു ചെറിഷബിൾ മൂമെന്റ് ഇതാണ്. എനിക്ക് വേണ്ടി ആൾക്കാർ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് പുറത്ത്. പക്ഷേ ഐ ഫീൽ വെരി ഹാപ്പി ആൻഡ് സാഡ് അബൌട്ട് അറ്റ് ദ സെയിം ടൈം. ഞാൻ വേറൊരു വീഡിയോ കാണിച്ചുതരാം. കുറെ വീഡിയോസ് ഉണ്ടല്ലോ എൻ്റെ. ഇതല്ലേ അത്? അയ്യോ റിപ്ലൈ ചെയ്തു. അതെ ശരിക്കും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അതായത് ഇപ്പൊ ആര്യന് എന്തായാലും വോട്ട് കിട്ടും, അപ്പൊ പിന്നെ വീക്കായിട്ടുള്ള ആളെ നമുക്ക് വോട്ട് ചെയ്യാം. അങ്ങനെ ചേച്ചി പറഞ്ഞത് എന്നോട്, ആര്യൻ മോനെ ഞങ്ങൾ വിചാരിച്ചില്ല നീ പോവും, അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ പ്രാവശ്യം ഏതെങ്കിലും വേറെ നല്ല പ്ലെയറിനും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ എൻ്റെ മോള് കരഞ്ഞുകൊണ്ടിരിക്കുക ആര്യനെ വോട്ട് ചെയ്തില്ല പറഞ്ഞിട്ട്. അപ്പോൾ സോറി ഫോർ ദാറ്റ്. ഞാൻ സോറി എന്ന് പറയണ്ടേ ചേച്ചി എനിക്ക് വേണ്ടി ഈ ഷോ കണ്ടല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിന്നല്ലോ, അത് മതി ചേച്ചി. അപ്പോൾ എന്തായാലും കുട്ടി ബൈ, ഹാവ് എ ഗുഡ് ഡേ. എപ്പോഴെങ്കിലും സാഡ് ആവണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാനത് ഫോൺ കട്ട് ചെയ്തു. എനിക്ക് ഇതൊരു സ്പെഷ്യൽ കാര്യമാണ്. വെരി സ്പെഷ്യൽ തിങ് ഫോർ മീ. എൻ്റെ ലൈഫിൽ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. താങ്ക് യു. ഭയങ്കര ഒരു ഫീൽ ഗുഡ് സാധനം. യെസ്. ഇനി ഞാൻ ഫീൽ ഗുഡ് അല്ലാത്തൊരു സാധനം കാണിച്ചത്. ഒരു കാര്യം ഹാപ്പി മസ്താൻ എങ്ങനെ സാഡ് ആക്കാൻ നോക്കും. അപ്പോൾ തന്നെ വേറെ വീഡിയോ. ഓ ഇത് വന്നത് ഈ ഔട്ട് വന്നത് ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് വൈറലായത്. പക്ഷെ ഞാൻ ചോദിച്ചത് എങ്ങനെയാ, അപ്പോൾ ലാലേട്ടാ നമ്മള് ഈ കുളിക്കുമ്പോഴണോ? പക്ഷെ വന്നത് കുളിക്കുമ്പോഴണോ? കണ്ട സോഷ്യൽ മീഡിയ വഴി ആംഗിൾസ് മാറുമ്പോൾ നമ്മൾ കാണുന്ന സാധനം വേറെ ആയിരിക്കും. പക്ഷെ ഞാൻ എന്ത് റെസ്പെക്ട്ഫുള്ളി ഞാൻ അദ്ദേഹത്തിനെ ഞാൻ പൂജിക്കും വീട്ടിലൊക്കെ. സത്യം പറയണേ, ഞാൻ കള്ളം പറയണല്ലോ. എനിക്ക് എൻ്റെ ഈ ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ലാലേട്ടൻ ആ പിക്ചർ അത് എവിടെ വെച്ചിരിക്കുന്നത്? റൂമിലാണ്, എൻ്റെ പൂജാ റൂമിൽ. ഞാൻ പ്രാർത്ഥിക്കുന്ന റൂമിലാണ് ഞാൻ അത് വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ ദിവസം പോകുമ്പോൾ ഇന്ന് മോർണിംഗ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഞാൻ കണ്ടത് ലാലേട്ടൻ്റെ മുഖമാണ് അവിടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഞാൻ ഇത്ര വലിയൊരാളെ ഞാൻ കളിയാക്കാൻ പറ്റുമോ? ഞാൻ ചെയ്യില്ല അങ്ങനെ. ആ ടോണിന്റെ പ്രശ്നവും പിന്നെ ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ആൾക്കാർ എഡിറ്റ് ചെയ്ത് നല്ല ബാഡാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചത് ടാസ്ക് അല്ലേ, അപ്പോൾ കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇടണോ ലാലേട്ടാന്ന് ചോദിച്ചതാണ്. പക്ഷെ വന്നത് ഭയങ്കര ബാഡായിട്ടാണ്. അപ്പം അതിനുവേണ്ടി ഞാൻ പ്രേക്ഷകരോടും ലാലേട്ടൻ ഫാൻസിനോട് ഞാൻ ഹൃദയപൂർവ്വം സോറി പറയാൻ വേണ്ടി. സത്യം എല്ലാ ഇന്റർവ്യൂ സോറി പറയണം എനിക്കിപ്പോൾ. എനിക്ക് അതെല്ലാം ക്ലിയർ ആക്കണം. ഈ ആര്യ എറണാകുളം അങ്ങനെ അല്ല. ആര്യ എറണാകുളം നല്ലൊരു പാവമാണ്. ഞാൻ അങ്ങനെയൊന്നും പറയില്ല ലാലേട്ടൻ. ഐ ലവ് ലാലേട്ടൻ ഫാൻസ്, ഐ ലവ് യു ഓൾ കേട്ടോ. അങ്ങനെ ഒരിക്കലും തോന്നരുത്. നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം, എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. ഞാനും വരാം. നല്ല വിഷമമുണ്ട് എനിക്ക് ഈ കാര്യത്തിലൊക്കെ. വൈറലായ കാര്യങ്ങളൊക്കെ ഭയങ്കര പൊട്ട കാര്യങ്ങളൊക്കെയാണ്, ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ്. അത് ശരിയാ. ഓക്കെ,
ഈ ഇപ്പൊ റീസെന്റ് അവിടെ നടക്കുന്ന ഒരു കോൺട്രവേഴ്സി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആയിരുന്നു, ഷാനവാസ്കൊക്കെ വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ പോയി. ശരിക്കും പാല് ദേഹത്ത് കൊണ്ടോ അടിച്ചോ നെവിൻ ഇടിച്ചോ എന്താ ശരിക്കും അവിടെ സംഭവിച്ചത്? അവിടെ തന്നെ വീക്കെൻഡ് തന്നെ അത് ക്ലിയർ ചെയ്തിരുന്നു. പക്ഷെ വൺ മോർ ടൈം ഒന്ന് ഈ സ്മോൾ വേർഡ്സിൽ ക്ലിയർ ചെയ്യാം. നെവിനും ഷാനവാസ് തമ്മിൽ ഫൈറ്റ് ഉണ്ടായി. പാലുണ്ടായിരുന്നു. ഷാനവാസ് നെവിൻ്റെ കൈ ടച്ച് ചെയ്തപ്പോൾ പാല് കുറച്ച് നെവിൻ്റെ മേത്ത് വീണു. നെവിൻ്റെ മേത്ത് വീണപ്പോൾ നെവിൻ തിരിച്ച് കുറച്ച് പാലിട്ടു. പാല് മൊത്തം തീരുന്നപ്പോൾ ഈ പറഞ്ഞ പോലെ പാലിൻ്റെ കുപ്പി ഇങ്ങനെ വന്ന് എറിഞ്ഞു, കുറച്ചു എറിഞ്ഞ ടച്ച് ചെയ്തു. ഇവിടെ ടച്ച് ചെയ്തപ്പോൾ ഈ വന്ന് ഒരു ഇമ്പാക്റ്റിൽ പുള്ളി വീണു. ഞാൻ വിചാരിച്ചു പുള്ളി ഈ പാൽ എറിഞ്ഞതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് സോറി ഏട്ടാ നമസ്കാരം. അപ്പോൾ ഈ പാല് എറിഞ്ഞ ഇമ്പാക്റ്റിലാണ് ഷാനവാസ് വീണത്. അതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ആ പാലിനകത്ത് മറ്റേ ഈ പാലിൻ്റെ കുപ്പിനകത്ത് പാലില്ല. അപ്പോൾ എന്ത് ഇമ്പാക്റ്റാണ് വന്നിരിക്കുന്നത് അവിടെ? ഞാൻ വിചാരിച്ചു ഡ്രാമയായിരിക്കും. ഞാൻ ഫസ്റ്റ് 30 സെക്കൻഡ് പറഞ്ഞു ഡ്രാമയൊന്നും പോയടാ ഷാനവാസ്, സീരിയലൊന്നും അല്ല ഞാൻ പറഞ്ഞു. പക്ഷെ പിന്നെ മനസ്സിലായത് 1.5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തമാശയല്ല, പുള്ളി കൈയൊക്കെ ശിവറി വന്നു. അപ്പം ഞാനത് മനസ്സിലാക്കിയപ്പോൾ തന്നെ അപ്പം തന്നെ ഞാൻ സ്വിച്ച് അടിച്ചു. അത് വിട് പോട്ടെ ഷാനവാസ്ക ബാ കമ്മീഷൻ റൂമിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് നോക്കുക. അനുമോൾ പിടിച്ചിട്ട് കൈ മാറ്റി, വേണ്ട നിങ്ങൾ സഹായിക്കേണ്ട, നീ കൊല്ലാൻ നോക്കിയ നീ എന്തിനാ സഹായിക്കണത്? ഞാനിങ്ങനെ അവിടെ എന്ത് ഫൈറ്റൊക്കെ മറക്കാനു. ഷാനവാസിനൊന്നും കൊണ്ടുപോകാം കൺഫ്യൂഷൻ റൂം വരെ, വേണ്ട തൊടണ്ട, ഇങ്ങനെ മാന്തിയൊക്കെ പിടിക്കുന്നതിന് ഇങ്ങനെ മാറ്റുന്ന പറഞ്ഞിട്ട് അവിടെ എന്ത് ഗെയിം? ഒരാൾ താഴെ കിടക്കുമ്പോൾ ഒരു ഗെയിമായിട്ട് പറയാൻ പറ്റുമോ? വൺ ഗൈ ഈസ് ഇഞ്ചേർഡ്, ഹി ഹാസ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ. അവിടെ നമ്മൾ കാണിക്കുന്ന ആക്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ വേണ്ടിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. 8 മിനിറ്റ് എടുത്ത് പുള്ളി കൺഫ്യൂഷൻ റൂമിൽ എത്താൻ വേണ്ടി. ഇത് കാരണം വെറുതെ പിടിച്ച് ഷാനവാസ് ഖാനെ ഫസ്റ്റ് കൺഫ്യൂഷൻ റൂമിൽ ആക്കിയിട്ട് പുറത്ത് വന്ന് തന്നെ ഡയലോഗ് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഡയലോഗ് അടിച്ചത് എപ്പോഴാണ്? പുള്ളി അവിടെ തന്നെ ഉണ്ട് താഴെ. ആ സമയത്ത് എനിക്ക് തോന്നിയത് ഭയങ്കര ഒരു ഞാൻ കുറ്റം പറയണല്ലോ, പക്ഷെ കുറച്ച് ബാഡായി പോയി ഈ ഒരു കാര്യം. എനിക്ക് പൊതുവേ ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഇഷ്ടമാണ്, ഈ വീട്ടിലെല്ലാം ചെയ്ത് ഓക്കെയാണ്, ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഓക്കെയാണ്. പക്ഷെ ഇവിടെ ഗെയിം അല്ല. ഇവിടെ ഗെയിമൊക്കെ നിർത്തി പുള്ളിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ ഇത് ചെയ്യണ്ടായിരുന്നു ഐ തിങ്ക്. പക്ഷെ നെഗ് അടിച്ചത് എനിക്കത് പുറത്ത് വന്ന് നോക്കിയപ്പോൾ അതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചെയ്തത് പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ ഗെയിം മറന്നു, ഫ്രണ്ട്ഷിപ്പ് മറന്നു, എല്ലാം മറന്നു. പുള്ളിനെ എടുത്ത് അകത്തിടണമെന്ന് എൻ്റെ ഫസ്റ്റ് മോട്ടീവ്, ലാസ്റ്റ് മോട്ടീവ്. പക്ഷെ വന്നപ്പോൾ മാറാനു ഞാൻ ചെയ്യാന്ന് പറഞ്ഞ സാധനമൊക്കെ പിടിച്ചിട്ട് പുറത്ത് വന്നത് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കറക്റ്റാണ് അവിടെ. ഓക്കെ, വേറൊരു വീഡിയോ കാണിച്ചിട്ടെ. ഇത് കുറെ പേര് പറയുന്നത് കർമ്മ എന്നൊക്കെ വേണ്ട കാണിക്കണ്ട, സ്ലിപ്പായ വീഡിയോ അല്ലേ, കാണിച്ചു കണ്ടിട്ട് പോയാൽ മതി. അത് പാലാണ് അവിടെ താഴെ, അതുകൊണ്ടാണ് സ്ലിപ്പായത്. ശരിക്കും വീണതാ. പക്ഷെ ഇതിങ്ങനെ കർമ്മമാണത്. കോമഡി കാണിച്ചാണ് ആൾക്കാർ പറയുന്നത് ഷാനവാസ്കേന എന്താണ് തള്ളിയിട്ട സ്ഥലത്ത് തന്നെ ആരും വീണു. പിന്നെ കർമ്മ ഇത് ആൾക്കാർക്ക് PR ചെയ്യണ്ട വേർഡ് കേൾക്കുമ്പോ തന്നെ പേടിയാ. അയ്യോ നിന്റെ കർമ്മ തന്നെയാണ് മസ്താൻ. അങ്ങനെയൊന്നുമില്ല, തമാശ പറഞ്ഞടാ. എടാ ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ പോലെ ഈ ഇഷ്യൂ ഒക്കെ ഞാൻ സ്ലിപ്പായത് അതിൽ ഞാൻ വീണോന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ സ്ലിപ്പായി, നല്ല വേനുണ്ട് മുട്ടില്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? സാരില്ല പോട്ടെ, വീഴുമല്ലോ ആൾക്കാർ വീഴുമ്പോ ഞാൻ വീണു. ഞാൻ ആരെ വിളിക്കാൻ നോക്കിയിട്ടൊന്നുമില്ല. ഇവിടെ സ്പ്രേ കൊണ്ടുപോടാ സ്പ്രേ കൊണ്ടുവന്നു അങ്ങനെ പറഞ്ഞില്ല. വീണപ്പോ വീണു പോട്ടെ. പിന്നെ എങ്ങനെ കർമ്മയാവണത്? കർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ വീണപ്പോ ആരും വന്നില്ല എന്റെ അവിടെ, അതായിരിക്കും കർമ്മ. ഇത് സിമ്പിൾ വീഡിയോ ആണ്. ഞാൻ ഒന്ന് സ്ലിപ്പാവുന്നു, ഞാൻ എണീച്ചിട്ട് പോകുന്നു. ഇത് കാണിക്കണത് ഷാനവാസ് ഫാൻസ് ഒക്കെ മാസ് കർമ്മ എന്നൊക്കെ. എനിക്ക് ഷാനവാസിന് ഇഷ്ടമാണ്. എന്തിനാ കർമ്മ? അകത്ത് എന്തെങ്കിലും ബാഡ് മറ്റേ ആൾക്ക് വേണ്ടി ഉണ്ടായാലേ കർമ്മ ഉണ്ടാവുള്ളൂ. എനിക്ക് ഷാനവാസിന് ഇഷ്ടമാണ്. കുറച്ച് മാസം മാത്രം കൂടുതലല്ലോ. പക്ഷെ ആള് പാവമാണ്, പോട്ടെ സാരില്ല. പുള്ളി ജയിക്കട്ടെ ഷോ, എനിക്കൊരു പ്രശ്നമില്ല. എല്ലാരും ജയിക്കട്ടെ ഷോ. ആര് ജയിക്കുന്ന തോന്നുന്നേ? എനിക്ക് അങ്ങനെ ഒരാളല്ല മൈൻഡില്. അക്ബർ ജയിക്കട്ടെ. അക്ബർ തന്നെ ഷോ എടുത്തിട്ട് വരട്ടെ എന്ന് ഞാൻ കരുതുന്നു. അക്ബർ അവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കായി പോകുന്നു. പക്ഷെ എന്നിട്ടും അവൻ വിടുന്നില്ല. അനീഷും അനുമോളും നല്ല ഗെയിമേഴ്സ് ആണ്. അപ്പൊ അനീഷ്, അക്ബർ, അനുമോള് അതെ ഏകദേശം. പക്ഷെ അവര് ഈ 3 പേര് തമ്മിൽ ഐ തിങ്ക് ദേ വിൽ ബി എ വിന്നർ. ഫെയർ ആൻഡ് ഫെയർ എനിക്ക് അറിയില്ല, പക്ഷേ ദേ വിൽ ബി എ വിന്നർ ഫ്രം ദീസ് 3 എന്ന് എൻ്റെ ഒരു അഭിപ്രായം. നൂറയുടെ ഗെയിം കാരണം എനിക്ക് തോന്നുന്നു ആര്യനിക്ക് കറക്റ്റ് ഒരു ഫിസിക്കൽ ഗെയിമിലേക്ക് ഒരു കോമ്പറ്റീഷൻ തന്നത് നൂറായിരുന്നു. നൂറ് നല്ല ഗെയിമറാണ്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എല്ലാവരും പറഞ്ഞു നൂറ ഒരു ടൂർ മാതിരി വന്നിരിക്കുകയാണ് അങ്ങനെയൊക്കെ. അല്ല എനിക്കും തോന്നി ഇനിഷ്യലി ഒരു എഫേർട്ട് ഉണ്ടായില്ല. പക്ഷേ ആ ടിക്കറ്റ് ഫിനാലെയാണ് അവളുടെ ഗെയിം മാറിയത്. ടിക്കറ്റ് ഫിനാലെ കാരണം അവളെല്ലാം സേഫായി നല്ലോണം കളിച്ചും ചെയ്തു, വിച്ച് ഐ റെസ്പെക്ട്. ഞാൻ ഗെയിം കളിക്കുമ്പോൾ സൈഡ് നോക്കുമ്പോൾ സാബു ഉണ്ട്, നൂറുണ്ട്. സോ എനിക്ക് നൂറയ്ക്ക് വേണ്ടി റെസ്പെക്ട് കുറച്ച് കൂടി. വെൽ പ്ലേഡ് നൂറ എന്ന് ഞാൻ പറഞ്ഞു. വെരി ഗുഡ്, ഹാപ്പി ഫോർ നൂറ. ഓക്കെ, ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്, കുറച്ച് പേഴ്സണൽ ആണ്. ഇപ്പം ആര്യൻ
പേഴ്സണൽ താങ്ക് യുടാ. ഇതുവരെ ഉണ്ടായത് ഭയങ്കര എന്തോ എല്ലാവരും കാണുന്ന ഇഷ്യൂസ് ഒക്കെ ആണല്ലോ. പുതപ്പ് ഇഷ്യൂ, പിന്നെ ഊട്ടക്കത്തവന്റെ എന്തൊക്കെയോ ചോദിച്ചോണ്ടിരിക്കുക പുതപ്പിന്റെ ഇടയിൽ ഇതിന്റെ ഇടയിൽ. ഇപ്പൊ നമുക്ക് കുറച്ച് പേഴ്സണൽ ചോദിക്കാം. നല്ല സ്ട്രാറ്റജിയാ. പേഴ്സണൽ ചോദിച്ചാൽ മാത്രമേ നീ പറയാൻ പേഴ്സണൽ. ഇനി പബ്ലിക് ക്വസ്റ്റ്യൻ ചോദിക്കും നീ എന്നോട്. എനിക്കിപ്പോ എന്ത് പേഴ്സണൽ? ഞാൻ ഇനി വെള്ളത്തിങ്ങനെ മുഖം കഴിക്കലും മൊത്തം കേരളം അറിയും. ആരെയും മുഖം കഴുകി എന്തൊരു കഷ്ടമാണ്. ഏതൊരു സൈഡിൽ വണ്ടിയിൽ പോകുന്ന കുട്ടിയായിരുന്നു ഞാൻ. ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്നെ. ഇപ്പൊ എനിക്ക് പേടിയാവുന്നു ഇനി പുറത്തു പോകാനൊക്കെ. ആൾക്കാർ പോകുമ്പോ അപ്പൊ ഞാൻ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ് ഇപ്പൊ. എനിക്ക് അറിയില്ല ആൾക്കാർ എന്തിനാ യു നോ വാട്ട് ഐ ആം സേയിങ്. നോ ഇൻ ദ ഹൗസ് യു ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ഔട്ട്സൈഡ്. പുറത്ത് വന്നപ്പോ ഭയങ്കര ബഹളമൊക്കെ. അപ്പൊ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മസ്താനിക ഫേമസ് അല്ല എനിക്ക്. ഞാൻ എന്റെ കാര്യം പറഞ്ഞാണ്. എനിക്ക് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്ര ഫെയിം. അപ്പൊ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ഇപ്പൊ ഒരു ടൈം എടുക്കും. യെസ്. നിനക്കൊരു കാര്യം, ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോ ആൾക്കാർ വന്നിട്ട് ബിഗ് ബോസ് കണ്ടിരുന്നു, നിങ്ങൾ നന്നായിട്ട് കളിച്ചു. ഞാനോ ശരിക്കും അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലേ? എനിക്ക് വട്ടാണ്, ഇവർക്ക് വട്ടാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു അവര്. അപ്പൊ അവർ ഷോ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. മസ്താനി നീ നല്ല കളിച്ചോന്ന് പറഞ്ഞോ? എന്ത് വിറ്റിയായിട്ടാ നിങ്ങൾക്കൊക്കെ? ഇല്ലടാ നീ നല്ല കളിച്ചു. പ്രേക്ഷകരുടെ വിധിയല്ലേ. പക്ഷെ നീ സൂപ്പർ ആയിട്ട് ഡാൻസ് കളിച്ചേ. ഓക്കെ. ഞാൻ എന്താ ചോദിക്കാൻ വന്നെന്ന് വെച്ചാ, അകത്തിരുന്ന സമയത്ത് നിന്റെ കുറച്ച് ചാറ്റൊക്കെ ലീക്കായി. ഞാൻ കണ്ടു. അത് ഒന്നുമില്ല, അതെന്റെ ചാറ്റാ. അതെന്നെ ഞാൻ പറഞ്ഞു. ഞങ്ങളൊരു പാർട്ടിക്ക് പോയി. പാർട്ടിയിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ആ ഗ്രൂപ്പ് ചില ആൾക്കാരെ ഇപ്പുറത്തെ ചില ആൾക്കാർ അപ്പുറത്തായിരുന്നു. ഒരാൾ പറഞ്ഞു, ആ ഒരു ഗ്രൂപ്പ് പറഞ്ഞു എവിടെയാ പോകണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ആഫ്റ്റർ പാർട്ടിക്ക് എന്റെ വീട്ടിൽ വരാം, പുറത്തുനിന്ന് പോകണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ആക്ടറാണ്, പ്രൈവസി എന്ന് പറയുന്ന പ്രശ്നം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചാറ്റ് ലീക്കായത് ഞാൻ നോക്കി, എനിക്കതിൽ വിഷമം തോന്നുന്നില്ല. വിഷമം മോശമായിട്ടൊന്നും തോന്നിയില്ല. ഒരു പെൺകുട്ടിനെ ഉപദ്രവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിനെ ഞാൻ താഴെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. ആകെ ലീക്കായ AI ഇമേജസും AI വീഡിയോസും മാത്രമേ എനിക്ക് കുറച്ച് വിഷമായുള്ളൂ. പിന്നെ ഇങ്ങനെ ഞാനും നെവിനും മേക്കൗട്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. ഞാൻ ചന്തി ഇങ്ങനെ കാണിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ കുറെ ബോറ വീഡിയോ ഒക്കെ ഉണ്ട് AI ഒക്കെ. ഞാൻ ഇങ്ങനെ കുറെ ഇഷ്ടം പോലെ മണ്ടത്തരൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അയ്യോ ഇതൊക്കെ എന്റെ അമ്മ കണ്ട വിശ്വസിക്കുവോ ഞാനാന്നൊക്കെ. AI ഇമേജ് ആണല്ലോ, എന്തൊരു ക്വാളിറ്റിയിലെ AI ചെയ്തിരിക്കുന്നത്. ഞാനും അക്ബർ ഉമ്മക്കുന്ന വീഡിയോ എന്ത് ക്വാളിറ്റിയാ ആൾക്കാരെ വിശ്വസിക്കും. അതുകൊണ്ട് പിന്നെ ഞാനും ജിസയിലും മറ്റേ ലിവിംഗ് റൂമിൽ പിടിച്ചിട്ട് ജിസയിൽ അതൊക്കെയാണ് വീഡിയോ. ഞാൻ പോലെ എനിക്ക് ഡേ 25 അല്ലേ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ തൊട്ടിട്ടില്ല. എക്സാക്ട്ലി. ഈ AI ഇമേജസും വീഡിയോസും വരുമ്പോൾ ഞാൻ നെട്ടി പോന്നു. പക്ഷെ ചാറ്റ്സ് ഒക്കെ എന്റെ തന്നെയാ, അങ്ങനെ ബാഡ് ഒന്നും ഇല്ല ചാറ്റ്. പക്ഷെ ആ ചാറ്റ് ഞാനും കണ്ടു. എനിക്ക് പേഴ്സണലി അങ്ങനെ എല്ലാരും ഇങ്ങനെ കുറ്റം പറയുന്ന പോലെ ബാഡ് ആയിട്ട് തോന്നില്ല. കാഷ്വൽ ആണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ലാൻഡ് ചെയ്തപ്പോൾ സംസാരിക്കും, ചാറ്റ് ചെയ്യും, ഔട്ടിംഗ് ഡേറ്റ് ചോദിക്കുന്നത് ക്വൈറ്റ് നാച്ചുറൽ. ഫസ്റ്റ് ഞാൻ ലാൻഡ് ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞു നിന്റെ ചാറ്റ് ലീക്ക് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഏതാ? അയാളെ പറഞ്ഞു എടാ നീ ഒരു പെൺകുട്ടി തമ്മിൽ. അതുറപ്പല്ലേ, ഞാനൊരു ആൺകുട്ടി തമ്മിൽ എന്തിനാ ആൾക്കാർക്ക് കാണുന്ന ഒരു ഗോസിപ്പ് ഉണ്ടാവില്ലല്ലോ, പെൺകുട്ടി തന്നെ ആയിരിക്കും. എന്താ ചാറ്റ്? അയച്ചുതരാം. അയച്ചു. ഞാൻ വായിച്ചു. ഞാൻ പറഞ്ഞു എടാ നീ ലീക്കായ ചാറ്റ് അയക്കടാ, ഇതാണ് ലീക്കായത്. ഞാൻ പറഞ്ഞു ഇതിലെന്താ ലീക്കാണുള്ളത്? ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലൊരു കോൺവെർസേഷൻ ആണ്. വാട്ട് ഇസ് ദ പ്ലാൻ? ലെറ്റ് മീ നോ, ഐ എം ഹിയർ. If you guys want to come. അത് ഫ്രണ്ടിനെ വിളിക്കണമെങ്കിൽ വിളിച്ചു എന്ന് പറയുന്നത്. അത് പിന്നെ ഞാൻ ഡെസ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന പെൺകുട്ടിയൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അതില് എന്താ തെറ്റുണ്ട് എനിക്കറിയില്ല. ആൾക്കാർ ട്രോൾ ചെയ്യുന്നു, അയ്യേ പെൺകുടിയൻ. പിന്നെ ഒരു ആൺകുട്ടി പെൺകുട്ടി ടെക്സ്റ്റ് ചെയ്യുമ്പോൾ വേറെ ആര് ടെക്സ്റ്റ് ചെയ്യും? ഭയങ്കര നാച്ചുറൽ കാര്യങ്ങളൊക്കെ ഏതൊക്കെ. മസ്താനിയും ഗൈസായിട്ട് ടെക്സ്റ്റ് ചെയ്യാറുണ്ടല്ലോ പൊതുവെ. നിന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് എനിക്ക് ബമ്പിളിൽ മാച്ച് വന്നിട്ടുണ്ട്. ബമ്പിളുണ്ടോ മസ്താനി? എന്നിട്ട് ഫ്രണ്ട് എന്നോട് പറയാം ആക്ച്വലി ഐ ഹാവ് ടു സേ സംതിങ്, ഐ ആം ആര്യൻസ് ഫ്രണ്ട്. ഓക്കെ ബൈ. എന്നിട്ട് അൺമാച്ച് ചെയ്തില്ലേ? എന്നിട്ട് നീ എവിക്ട് ആയപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് ആരും ഹാപ്പി ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു എന്തിന്? ഗുഡ് പ്ലെയർ, ഞാൻ ടോപ്പ് 5 എക്സ്പെക്ട് ചെയ്തു. സോ ഗുഡ്, താങ്ക് യു. അവിടെ ഒന്നും വിട്ടില്ലല്ലേ? അപ്പൊ നമ്മളൊരു ആൺകുട്ടി പെൺകുട്ടി ടെക്സ്റ്റ് ചെയ്യുമ്പോൾ എന്താ അത്ര പ്രശ്നം എനിക്ക് അറിയില്ല. ഭയങ്കര നോർമൽ കാര്യം എടുത്ത് ഫേമസ് ആയപ്പോൾ ആൾക്കാർ പണ്ടത്തെ കാര്യങ്ങൾ എടുത്ത് കത്തിക്കാൻ നോക്കുന്നു. കത്തിച്ചു, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അത് പറഞ്ഞത്, ഞാൻ ഇപ്പോഴും എൻ്റെ സ്റ്റാൻഡിലാണ്. എനിക്ക് ഒരു പേടിയില്ല, ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ ബാഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും. ബിക്കോസ് ഐ വാസ് ദ സെയിം ദെൻ ആൻഡ് ഐ ആം ദ സെയിം നൗ. ഇപ്പം ആകെ വന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ആൾക്കാർ എന്നെ അറിയാൻ തുടങ്ങി.
അതിൽ എൻ്റെ കുറച്ച് റിച്ച് ആയി. പിന്നെ റിച്ചൊന്നുമില്ല, ഞാൻ പാവം മറ്റേ പട്ടിണി വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ആൾക്കാർ എന്നെ അറിയാൻ തുടങ്ങി. പക്ഷെ എൻ്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല എപ്പോഴും. അപ്പോൾ ആൾക്കാർ ഇനി ഇപ്പോൾ കാണുന്നത് ഒരു സോഷ്യൽ മീഡിയ പെൺകിടിയൻ കുൻകിടിയൻ പോലെയാണ്. എനിക്കൊന്നും അത് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഓക്കെ, നിങ്ങൾ തോന്നിയില്ലെങ്കിൽ അതും ഓക്കെ. ഞാൻ ജീവിച്ചു പോയി ഇങ്ങനെ തന്നെ. എങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടോ. ഐ എം നോട്ട് സ്കെയർഡ് ഓഫ് എനി വൺ. ഐ എം ജസ്റ്റ് ലിവിങ് മൈ ലൈഫ് ആൻഡ് ഐ എം ഹാപ്പി വിത്ത് എവറി വൺ. എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും, പ്രേക്ഷകരും, എല്ലാം ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനും ഐ ലവ് എവറി വൺ. സ്പ്രെഡ് ലവ് മാത്രമേ ഉള്ളൂ എൻ്റെ മൈൻഡിൽ.